ഹായ് നമസ്കാരം. വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ജെൻസ് ആണെങ്കിലും ലേഡീസിനാണെങ്കിലും വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്ത് മാസം 30,000 രൂപ വരുമാനമുണ്ടാക്കാനുള്ള ഏറ്റവും മികച്ച 3 ഐഡിയകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എത്തിപ്പെടും. അവിടെ ഓൺലൈൻ ജോബിനെ കുറിച്ചും ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ചും എൻ്റെ കോഴ്സുകളെ കുറിച്ചും ഞാനുമായി ചാറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളും അവൈലബിൾ ആണ്. എല്ലാ ആൾക്കാരും ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. ഫൈൻ. ഇനി ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ സാധാ ബിസിനസ് വീട്ടിൽ നിന്നും പോസിബിൾ ആണോ എന്ന ചോദ്യത്തിന് വളരെ സത്യസന്ധമായിട്ടുള്ളൊരു മറുപടി. തീർച്ചയായിട്ടും നിങ്ങൾക്കത് പറ്റും. വീട്ടിലിരുന്ന് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് കൂടിയാണ്. മറ്റെവിടെ നിന്ന് ചെയ്യുമ്പോൾ ഒരു ഓഫീസിൽ പോയിട്ട് ഇരുന്ന് ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ പോകാനുള്ള ഒരു ടൈമും അതുപോലെ തന്നെ നമ്മൾ അവിടെ വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഒരു പുതിയൊരു സ്ഥാപനം ഇട്ട് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് അവിടത്തേക്ക് നമ്മൾ പോയി സമയം കളഞ്ഞ് അത് സെറ്റപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യമാണ്. നേരെ മറിച്ച് ഇതേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു രജിസ്ട്രേഷനൊക്കെ ചെയ്ത് അവിടുത്തെ ഒരു ആ റൂമിൻ്റെ എഗ്രിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഡെപ്പോസിറ്റ് കൊടുക്കുന്ന ഒരു തുക കൊണ്ട് നമുക്ക് വീട്ടിലിരുന്നിട്ട് അവിടെ നിന്ന് എത്ര ജനറേറ്റ് ചെയ്യുന്ന അത്രയും തുക വീട്ടിലിരുന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിന് നല്ല നല്ല ഒരുപാട് ബിസിനസ് ഐഡിയ, ഒന്നിൽ കൂടുതലല്ലേ ആയിരക്കണക്കിന് ബിസിനസ് ഐഡിയകളുണ്ട്. ഞാൻ നോക്കിയെടുത്തോളും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുന്ന 3 ഐഡിയകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിരവധി ഐഡിയകളുണ്ട്. ആ 3 ഐഡിയകൾക്കും ഞാൻ 3T എന്നാണ് കൊടുക്കുന്നത്. 3 ടീകളാണ്. ടീയിൽ തുടങ്ങുന്ന 3 ഐഡിയകളാണ്. അതിൽ ഒന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. ടീഷർട്ട് പ്രിൻറ്റിംഗ് ആണ്. ടീഷർട്ട് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ പലരും ആൾക്കാരിങ്ങനെ മേളിലോട്ട് നോക്കുക, എന്നാൽ ടീഷർട്ട് പ്രിൻറ്റിങ്ങിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പറ്റുക? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ടീഷർട്ടുകൾ ബ്ലാക്ക് ഓർ വൈറ്റ് ടീഷർട്ടുകൾ ഹോൾസെയിലായിട്ട് ഒരുപാടെണ്ണം കിട്ടും. ഒരുപാടെണ്ണം പുറത്തുള്ള മാർക്കറ്റിൽ നിന്ന് ബോംബെയിൽ നിന്നും ഒക്കെ മുംബൈയിൽ നിന്നും ഒക്കെ കിട്ടും ഒരുപാടെണ്ണം. ഓർ ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഉഡാൻ പോലെയുള്ള ആപ്ലിക്കേഷൻസ്, ഗ്ലോറോഡ് പോലെയുള്ള ആപ്ലിക്കേഷൻസ്, ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ബൾക്കായിട്ട് കിട്ടും. അതുപോലെ ടീഷർട്ട് ഇങ്ങനെ കൊടുക്കുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അത്തരത്തിലുള്ള കമ്പനികളിൽ നിന്നൊക്കെ ടീഷർട്ടുകൾ വാങ്ങിക്കാൻ പറ്റും. പ്രിൻറ്റഡ് ടീഷർട്ട് അല്ല, പ്രിൻറ്റഡ് അല്ലാത്ത പ്ലെയിൻ ടീഷർട്ടുകൾ കിട്ടും. ചെറിയ പൈസ കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ടീഷർട്ടുകൾ കൊണ്ടുവന്ന് ഒരു ടീഷർട്ട് പ്രിൻറ്റ് ചെയ്യാനുള്ള മെഷീനുണ്ട്. അതായത് അതിനകത്ത് പ്രിൻറ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനുണ്ട്. ആ മെഷീൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺലൈനിൽ വാങ്ങിക്കാൻ പറ്റും. ആമസോണിലുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രിൻ്റർ കൂടി മേടിക്കാം. ടീഷർട്ട് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു സംഭവം, ഒരു സിസ്റ്റം നിങ്ങൾക്ക് വേണം. പിന്നെ അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഐഡിയ കാര്യങ്ങൾ കിട്ടും. ഇതൊക്കെ എടുത്തിട്ട് ടീഷർട്ട് പ്രിൻറ്റിങ് തുടങ്ങും. അപ്പോൾ ടീഷർട്ട് പ്രിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഓരോരോ ഇവൻറ്റുകൾ വരുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം വിഷു വന്നു, വിഷുവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, വിഷുവുമായി ബന്ധം നല്ല വിഷു കണി ഒക്കെയുള്ള അല്ലെങ്കിൽ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ നല്ല പ്രൊഫഷണൽ രീതിയിൽ തയ്യാറാക്കിയ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അത്തരം ഡിസൈൻ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടീഷർട്ടുകൾ പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ കണിക്കൊന്ന വെച്ചിട്ട് നല്ലൊരു ടീഷർട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആൾക്കാർ ട്രെൻഡിനനുസരിച്ച് സഞ്ചരിക്കാൻ നമുക്ക് പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഫുട്ബോൾ നടക്കുന്ന സമയത്ത് അവിടെ അവരുടെ ഇഷ്ടപ്പെട്ട മെസ്സിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീഷർട്ട് ഉണ്ടാക്കാം. നിരവധി ആൾക്കാർ വന്ന് വാങ്ങിക്കും. അതുപോലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ അവരുടെ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോൾ അതിന് ടീഷർട്ട് ഉണ്ടാക്കി അതിനോട് വരുവാനും നിങ്ങൾക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് അതുമായി ബന്ധപ്പെട്ട ടീഷർട്ടുകൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കാൻ പറ്റും. ഇനി എന്തിനധികം നല്ല ഹിറ്റായ മൂവി, എന്തെങ്കിലും ഒരു മൂവി ഹിറ്റാകുമ്പോൾ ആ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ടീഷർട്ടുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് വിൽക്കാൻ പറ്റും. എങ്ങനെ വിൽക്കാൻ പറ്റും എന്ന ചോദ്യത്തിന് വളരെ സിമ്പിളായിട്ടുള്ള ആൻസറാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെ വിൽക്കാൻ പറ്റും. എവിടെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയ വാഴുന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമാണ്. മുഴുവൻ ആൾക്കാർ അവിടെ തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണ്. മുഴുവൻ ആൾക്കാരും ആ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഈസി ആയിട്ട് ഒരു പേജ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ടീഷർട്ടുകൾ, ഓരോ ടീഷർട്ടുകളും നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അങ്ങനെ നല്ല റവന്യൂ ഉണ്ടാക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് കൂടി ഉണ്ടാക്കിയിട്ട് അതിലൂടെ നിങ്ങൾക്ക് കച്ചവടം നടത്താൻ പറ്റും. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ടീഷർട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊടുക്കുക. ആ നമ്പർ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഗൂഗിൾ പേയിലെ ഫണ്ട് വാങ്ങിച്ച് ടീഷർട്ട് അവരുടെ അഡ്രസ്സിലേക്ക് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇതാണ് ടീഷർട്ട് പ്രിൻറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ 2 എന്ന് പറയുന്നത് ടൈലറിംഗ് ആണ്. ടൈലറിങ്ങിന് ഭയങ്കരമായിട്ടുള്ള സ്കോപ്പാണ്. നാട്ടിൽ ലോക്കലി ആണെങ്കിലും
ഓൺലൈനിലാണ് ഭയങ്കര സ്കോപ്പാണ്. കുഞ്ഞുടുപ്പുകൾ, നല്ല കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ, നല്ല രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് ഡിസൈൻസ്, ഫോറിൻ ഡിസൈൻസ് ഒക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് സൈറ്റുകളിൽ നിന്ന് ഈ ഡിസൈനുകൾ, കുഞ്ഞുടുപ്പിൻ്റെയൊക്കെ ഡിസൈനുകൾ വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഡിസൈനിങ് ടൈലറിങ് തയ്ച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ നാട്ടിലൊരു നല്ലൊരു സ്കോപ്പാണ്. ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ വരും. പുതിയ പുതിയ ഡിസൈനുകൾ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് ഡിസൈനർമാരെ വെച്ച് വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കുഞ്ഞുടുപ്പുകൾ അല്ലെങ്കിൽ വലിയ ഗേൾസിൻ്റെയോ ജെൻസിൻ്റെയോ ഒക്കെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രിയേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരത് ഓർഡർ ചെയ്യും. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മേഖലയാണ് ഈ പറഞ്ഞ ടൈലറിങ് എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജൂക്കിയുടെ ഒക്കെ മെഷീൻ ഉണ്ട്, ഭയങ്കരമായിട്ട് സിസ്റ്റം, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാം ടച്ച് ചെയ്ത് നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാനൊക്കെ യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഞാനിതുവരെ ഒന്നും ഇങ്ങനെയുള്ള മെഷീൻസ് ഒന്നും കണ്ടിട്ടില്ല. സൂയിങ് മെഷീൻസ്, സാധാരണ ജൂക്കിയുടെ മെഷീനൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നിരിക്കുന്നു, അഡ്വാൻസ്ഡ് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ. ദെൻ നമ്പർ 3 എന്ന് പറയുന്നത് ട്യൂട്ടറിങ് ആണ്. പലപ്പോഴും നിങ്ങളും ഞാനും നമ്മളെല്ലാ ആൾക്കാരും എന്തെങ്കിലും ഒരു ഫീൽഡിൽ എന്തെങ്കിലും ഒരു അറിവിൽ ക്വാളിഫൈഡ് ആയിരിക്കും. ലൈക്ക് ഡിസൈനിങ് ആണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, ഫുട്ബോൾ പ്ലേയിലാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ആട് വളർത്തലാണെങ്കിലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൃഷിയിലാണെങ്കിലും, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലാണെങ്കിലും, അങ്ങനെ പല മേഖലയിൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്. ആ ഒരു മേഖല, നമ്മൾ ക്വാളിഫൈഡ് ആയ മേഖലയെക്കുറിച്ച് ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ആ കോഴ്സ് ഓൺലൈനിലൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ യോഗ ഓൺലൈനിലൂടെ ക്ലാസ് കൊടുക്കുന്നുണ്ട്, മനസ്സിലായി? യോഗ ഓൺലൈനിലൂടെ, ഡാൻസ് ഓൺലൈനിലൂടെ, മ്യൂസിക് ഓൺലൈനിലൂടെ, ആട് വളർത്തൽ ഓൺലൈനിലൂടെ. നേരത്തെയൊക്കെ വെബ് ഡിസൈനിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റൊക്കെയാണ് ഓൺലൈനിൽ കൊടുത്ത്. ഇപ്പോൾ സാധാരണ ലോക്കലി ഉള്ള കോഴ്സുകൾ വരെ കൊടുക്കുന്നു. എന്തിനധികം ടാപ്പിംഗ് വരെ ഓൺലൈനിലൂടെ കൊടുക്കുന്നു. ടാപ്പിംഗ് എങ്ങനെയാണ് നന്നായിട്ട് ടാപ്പ് ചെയ്യേണ്ടത്, അതിൻ്റെ മെഷീനറീസ് ഏതൊക്കെയാണ്, എത്ര മണിക്ക് ചെയ്യണം, അതുപോലെ തന്നെ എത്ര സമയം കൊണ്ട് ഇത് ഫിനിഷ് ആക്കാൻ നമുക്ക് പറ്റും, എങ്ങനെ ചെയ്യണം, ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സ്. ഒരു എക്സ്പേർട്ടിന് അത് നൽകാനാവും, പറഞ്ഞു കൊടുക്കാനാവും. അങ്ങനെ നിങ്ങൾ ഏത് ഫീൽഡിലാണ് എക്സ്പേർട്ട്, ഇനി കുക്കിംഗ് വേണമെങ്കിൽ ക്ലാസ് എടുക്കാം കേട്ടോ. കുക്കിംഗ് വേണമെങ്കിൽ ഒരു ക്ലാസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഏത് മേഖലയിലാണോ നിങ്ങൾ എക്സ്പേർട്ട്, ആ ഒരു മേഖലയെക്കുറിച്ചിട്ടുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളെന്ത് കൊടുക്കുക. പലപ്പോഴും നമ്മൾ വെറും ലോക്കൽ എന്ന് ചിന്തിക്കുന്ന കോഴ്സായിരിക്കും ട്രെൻഡിങ്ങില്ല. ഉദാഹരണം, ഒരു ആട് വളർത്തൽ, പശു വളർത്തൽ ഒരു കോഴ്സ് ഉണ്ടാക്കി വിചാരിക്കുക. പശു വളർത്തൽ അത് വളരെ മോശമായിരിക്കുമല്ലോ എന്ന് ചിന്തിക്കുന്ന സാധനമായിരിക്കും നമ്പർ 1 ട്രെൻഡിങ്ങിലേക്ക് എത്തിപ്പെടുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് വളരെ പ്രൊഫഷണലാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വളരെ പ്രൊഫഷണലി ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ചെയ്യുന്നതാണ് ഒരു റീച്ചുമില്ലാത്ത, ഒരാളും കാണാത്ത ബിസിനസ്സായിട്ട് മാറുന്നത്. എന്നാൽ തനി ലോക്കലി രീതിയിൽ നമ്മൾ ചെയ്യുന്ന പല ബിസിനസ്സും വൻ ഹിറ്റായിട്ട് നമ്മൾ മാറും. എന്തിനാണ്, നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ സൈഡിൽ, ഇപ്പോൾ വിഷുക്കാലമാണ്, അവിടെ പിന്നെ കണിച്ചട്ടിയും അതുപോലെ തന്നെ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഒരുപാട് കണിക്കൊന്നുണ്ട്. അതിൽ കുറേ കണിക്കൊന്നയും പറിച്ചു കൊണ്ടുവന്നിട്ട് കുറേ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് വൻ ഡിമാൻഡാണ് സാധനത്തിന്, വൻ ഡിമാൻഡ്. ആൾക്കാർ മൊത്തം വാങ്ങിച്ചുകൊണ്ട് പോകും. 50 രൂപ 100 രൂപയൊക്കെ പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോകും. അത്രയും ഡിമാൻഡാണ് സാധനത്തിന്. അപ്പോൾ അങ്ങനെ ലോക്കൽ മാർക്കറ്റ് ഒരിക്കലും ലോക്കലായിട്ട് കാണരുത്. ലോക്കൽ കോഴ്സുകളെ ഒന്ന് ലോക്കലായിട്ട് കാണുന്നത് വലിയൊരു സംഭവം തന്നെ, ട്രെൻഡാണ്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറൊരു മാർഗവും നിങ്ങൾക്ക് അന്വേഷിക്കേണ്ടി വരില്ല എന്ന് തന്നെ പറയുന്നു. എന്തായാലും ദിവസേന ഒരു 1000 മുതൽ മാസം 30,000 രൂപ സുഖമായിട്ട് ഈ പറഞ്ഞ 3 ഐഡിയകളോട് ചെയ്യാം. ഇതുപോലുള്ള നിരവധി ഐഡിയകളുണ്ട്. വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ഐഡിയകൾ, നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഐഡിയയിൽ സക്സസ് ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പറായ 9388939394 വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളേജ് എല്ലാ ആൾക്കാരിലും വീഡിയോ ഷെയർ ചെയ്ത് അവർ കൂടി വരുമാനം ഉണ്ടാക്കാൻ പ്രാപ്തരാക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോണി സൈനിങ് ഓഫ്. ബൈ.